രാജ്യത്തെ നടുക്കിയ നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ നിർണായക വിവരങ്ങളടങ്ങിയ കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചു. രാജ്യവ്യാപകമായി നടന്ന വൻ അട്ടിമറിയുടെ ചുരുളഴിക്കുന്ന 20,000 പേജുള്ള കുറ്റപത്രത്തിൽ കേരളത്തിലേക്കും അന്വേഷണം നീളുന്നതായി വ്യക്തമാക്കുന്നു. CBIയുടെ കണ്ടെത്തലുകളുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. റൌസ് അവന്യൂ അതിവേഗ കോടതിയിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് ഓഗസ്റ്റ് 3 കോടതി വീണ്ടും പരിഗണിക്കും. സാക്ഷിമൊഴികളും അനുബന്ധ തെളിവുകളും ഉൾക്കൊള്ളുന്ന രേഖകൾ സമർപ്പിക്കാൻ CBIക്ക് വേണ്ടി ഹാജരായ സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ VK പാഠകിന്റെ അഭ്യർത്ഥന പ്രകാരം കോടതി 3 ദിവസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. കോച്ചിംഗ് സെന്റർ ഉടമകളും NTA സബ്ജക്ട് എക്സ്പേർട്ടുമാരും ഇടനിലക്കാരും ഉൾപ്പെട്ട വൻ മാഫിയയാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് ചോർന്ന ചോദ്യപേപ്പറുകൾ പ്രധാനമായും 2 വഴികളിലൂടെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിയത്. അതിലൊന്ന് മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന റൂട്ടും രണ്ടാമത്തേത് മഹാരാഷ്ട്ര, രാജസ്ഥാൻ, കേരളം റൂട്ടുമാണ്. രാജസ്ഥാനിലെ സിക്കറിലുള്ള കെമിസ്ട്രി അധ്യാപകനായ ശശികാന്ത് സുധാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ നിന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. കേരളത്തിൽ 1ാം വർഷ MBBS പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷയുടെ തലേ ദിവസം തന്നെ റൂംമേറ്റിൽ നിന്നും ചോദ്യപേപ്പർ ലഭിച്ചിരുന്നു. ഫോൺ പേ വഴി 30,000 രൂപ നൽകിയാണ് ഈ വിദ്യാർത്ഥി ചോദ്യപേപ്പർ വാങ്ങിയത്. പരീക്ഷയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ 450ഓളം ചോദ്യങ്ങൾ ഇത്തരത്തിൽ വാട്സാപ്പ് വഴി പ്രചരിച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. NDAയുടെ വിഷയ വിദഗ്ധരായ PV കുൽക്കർണി, മനീഷ ഗുരുനാഥ് മണ്ഡാരെ, മനീഷ സഞ്ജയ് ഹവാൽദാർ എന്നിവരടക്കം 13 പേരെയാണ് കേസിൽ ഇതുവരെ പ്രതി ചേർത്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് 10 ദിവസം മുൻപ് തന്നെ ലാത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ച് 5 ലക്ഷം രൂപയുടെ ഇടപാടിലൂടെ കെമിസ്ട്രി ചോദ്യങ്ങൾ ചോർത്തിയിരുന്നു. ലാത്തൂരിലെ റേണുകായ് കരിയർ സെന്റർ ഉടമ ശിവരാജ് രഘുനാഥിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്ത 132 കെമിസ്ട്രി ചോദ്യങ്ങളിൽ 111 യഥാർത്ഥ ചോദ്യപേപ്പറുമായി പൂർണ്ണമായും ഒത്തുപോകുന്നതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വിശ്വാസവഞ്ചന, തെളിവ് നശിപ്പിക്കൽ, അഴിമതി നിരോധന നിയമം എന്നിവയ്ക്ക് പുറമെ 2024 പുതിയ പൊതുപരീക്ഷാ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. 360 സാക്ഷികളുടെ മൊഴികൾ, 422 രേഖകൾ, 43 ഭൗതിക തെളിവുകൾ എന്നിവ CBI കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ചോർച്ചയുടെ ഉറവിടം മുതൽ അനധികൃതമായ ആനുകൂല്യം ലഭിച്ച വിദ്യാർത്ഥികൾ വരെയുള്ള മുഴുവൻ ശൃംഖലയും കണ്ടെത്താൻ കഴിഞ്ഞതായി അന്വേഷണ ഏജൻസി അവകാശപ്പെടുന്നു. കുറ്റപത്രത്തിൽ പേരുള്ള 13 പ്രതികളും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കേസിന്റെ ഭാഗമായി രാജ്യത്തെ 92 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയ CBI പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും ഇതിനോടകം മരവിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.